ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് വെച്ചാൽ അമ്മയുടെ ഒരു കറിച്ചപ്പ് ഉപ്പേരിയാണ്. അപ്പോൾ അത് നമുക്ക് കണ്ടു നോക്കാം എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന്. ഇന്ന് ഒരു സ്പെഷ്യൽ ഉപ്പേരി ആക്കാമെന്ന് വിചാരിച്ചതാണ് ഞാൻ. നമ്മൾ പണ്ടേ ആക്കുന്നതാണ്. നമ്മുടെ നാട്ടിൽ പിന്നെ കറിച്ചപ്പ് എന്ന് പറയില്ലേ, നിങ്ങളുടെ നാട്ടിലെല്ലാം എന്താ പറയലെന്ന് അറിയില്ല. പിന്നെ അപ്പോൾ നല്ലൊരു വിഭവമാണ് ഇത് ഉപ്പേരി, ചോറിന്. അമ്മ ഇതിപ്പം വൃത്തിയാക്കുന്ന സമയത്ത് ഇതിന്റെ തണ്ട് നമ്മൾ പിന്നെ കളയോ? ഇല്ല, ഇതിന്റെ തണ്ട് മുറിച്ചത് പിന്നെ ആദ്യം നട്ടിട്ട് നമുക്ക് വേറെ പുതിയ ചെടി ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെയാണ് ചെയ്യുക. നേരത്തെ ഇതിങ്ങനെ വൃത്തിയാക്കി വെച്ചതാണ്. അപ്പോൾ ഇതിന്റെ ഇല മാത്രമാണ് ഇനി പറിച്ചെടുക്കേണ്ടത്. ഇല മാത്രം പറിച്ചെടുത്തതിന്റെ ശേഷം അത് കഴുകിയിട്ട് പിന്നെ മുറിക്കണം. അപ്പോൾ ഇതിന് പല പിന്നെ വിറ്റാമിൻസിൻ്റെ ഇലയാണിത്. ഇത് നമ്മൾ നേരത്തെ എടുത്ത ഇല ഇപ്പം ഇങ്ങനെ പറിച്ച് വൃത്തിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം എന്നാണ് വേണ്ടതെന്ന് വെച്ചാൽ നല്ല വൃത്തി കഴുകിയിട്ട് എടുക്കണം. കഴുകി എടുത്തതിൻ്റെ ശേഷം പിന്നെ ചെറിയ അരിഞ്ഞിട്ട് പീസാക്കിയിട്ട് വെക്കണം. ഇപ്പോൾ നമ്മൾ നേരത്തെ പിന്നെ കറിച്ചപ്പ് എന്ന് പറഞ്ഞത് മുറിച്ച് വെച്ചതാണ്. അപ്പോൾ അതിന് മുന്നേ തന്നെ, മുറിക്കുന്നതിന് മുമ്പേ തന്നെ നമ്മൾ ഒരു കൈക്ക് ഒരു പിടി നിറച്ചും പിന്നെ പരിപ്പ് കുക്കറിൽ വേവിച്ച് വെച്ചിട്ടുണ്ട്. അത് ഒറ്റ വിസലിന് മാത്രമേ വേവിക്കണ്ടൂ, അല്ലെ പിന്നെ അധികം വെന്ത് പോകും. അധികം വേവണ്ട. അപ്പോൾ ഞാനിപ്പം ഇത് ഇവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഈ പരിപ്പ് വെന്ത കുറച്ച് വെള്ളം ഉണ്ടായിനി, അത് ഒഴിക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 കപ്പ് വരെ. പിന്നെ അതിന് പിന്നെ നമ്മൾ പാകത്തിന് ഉപ്പ് ഇട്ടിട്ട് പിന്നെ വേവിക്കാൻ വെക്കുക. അപ്പോൾ ഇപ്പം നമ്മൾ വെച്ച ഇല വെന്ത് കിട്ടിയിട്ടുണ്ട്. അതിൽ നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച പരിപ്പ് ആഡ് ചെയ്യണം. അതിൻ്റെ ശേഷം കുറച്ച് തേങ്ങ ഇടുക. ഞാനിപ്പോൾ ഇവിടെ ഒരു 1/2 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 5-6 വെളുത്തുള്ളി അല്ലി അത് ചതച്ചിട്ട് നമ്മൾ ഇതിൻ്റെ കൂടെ ചേർക്കുന്നുണ്ട്. ഇതെല്ലാം ചേർത്തതിൻ്റെ ശേഷം ജസ്റ്റ് ഒന്ന് ചൂടാക്കുക. ഇത് ഇട്ടിട്ട് ഉപ്പേരി ആയതിൻ്റെ ശേഷം മിക്സാക്കിയതിൻ്റെ ശേഷം കടു പിന്നെ വറ്റൽമുളക് എണ്ണ ഒഴിച്ചിട്ട് ഒന്ന് വറുത്തിടുക. ഉപ്പേരി റെഡി